അപ്പോൾ തുടങ്ങുന്നതിനൊക്കെ മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസം ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കണ്ണൂരായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെറിയ ജലദോഷമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മുടി വെട്ടാനായിട്ടൊരു കടയിൽ പോയി, ബാർബർ ഷോപ്പിൽ പോയി. അപ്പോൾ അവിടെ മുടി വെട്ടുന്ന സമയത്ത് മുടി വെട്ടുന്ന ആളുമായി ഞാൻ വളരെ സൗഹൃദത്തിലായി. നമ്മളെല്ലാവരും പത്രപ്രവർത്തകരായതുകൊണ്ട് സംസാരിക്കുമല്ലോ. അപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അനീഷ് എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ മകൻ്റെ മുടിയും വെട്ടാനുണ്ടായിരുന്നു. മകൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞ് ഞാനുമായിട്ടൊരു സൗഹൃദം ഉണ്ടായി. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എവിടെയാണ് ജോലി, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഹിന്ദുവിലാണ്, ഫ്രണ്ട് ലൈനിലാണെന്നൊക്കെ പറഞ്ഞു മൂപ്പരടുത്ത്. അപ്പോൾ ജോലി കേട്ട് കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മുടി വെട്ടുന്ന ആൾ പറയുകയാണ്, നമ്മൾ തമ്മിൽ ഇത്ര പരിചയമായതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. 10 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഞാൻ ഒരിക്കൽ കൂത്തുപറമ്പിലേക്ക് പോകുമ്പോൾ, അന്ന് എനിക്ക് 10 കൊല്ലം മുമ്പാണ്, പോകുമ്പോൾ എതിരെ ഒരു ബൈക്ക് വരുന്നു വൈകുന്നേരം നേരത്ത്. അപ്പോൾ ആ ബൈക്കിൽ എന്നെ അയാൾ വന്നിടിച്ചു, ബൈക്കുകാരൻ. ബൈക്ക് മറിഞ്ഞു വീണു. ഞാൻ ചാടി ഇറങ്ങി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ബൈക്കിൽ വന്ന ആൾ ഒരു പത്രപ്രവർത്തകനാണ്. അതിൻ്റെ പുറകിൽ മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ പേരുമുണ്ട് ഈ ബൈക്കിൽ. അപ്പോൾ ഈ ബാർബർ എന്നോട് പറയാണ്, എനിക്കറിയാമായിരുന്നു അയാളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. പക്ഷേ പത്രത്തിൻ്റെ പേര് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഞാൻ അയാളോട് കാര്യമായ ഇതൊന്നും പറയാതെ വേഗം ഞാൻ എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഒഴിവാക്കി അങ്ങ് പോയി എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഹി ടുക്ക് എ പോസ്. എന്നിട്ട് അയാളോട് പറയാണ്, സാറേ അത് 10 കൊല്ലം മുമ്പാണ്. ഇപ്പോഴാണെങ്കിലുണ്ടല്ലോ ഞാൻ അയാളുടെ മുഖത്തോട്ടൊന്ന് കൊടുത്തേനെ. എന്നിട്ട് അയാൾ പറയുന്ന അടുത്ത വാചകം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അയാൾ പറഞ്ഞു, ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ആൾക്കാ വില. 10 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് മാധ്യമപ്രവർത്തകരെ വലിയ ബഹുമാനമായിരുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ 5 പൈസേൻ്റെ വിലയില്ല സാറേ. അതുകൊണ്ട് ഇന്നാണെങ്കിൽ ഞാൻ 2 എണ്ണം പൊട്ടിച്ചേനെ എന്ന് ഈ ബാർബർ വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറയാണ്, അല്ല നിങ്ങളെ പറ്റി അല്ല കേട്ടോ, വേറെ കച്ചറയാക്കണ ചില ആൾക്കാരുണ്ട് ഈ മാധ്യമക്കാരുണ്ട്. അപ്പോൾ സാർ, എൻ്റെ ക്വസ്റ്റ്യൻ, ദിസ് ക്രൈസിസ് ഇൻ ക്രെഡിബിലിറ്റി ഓഫ് ജേർണലിസം, മീഡിയ ഫ്രട്ടേണിറ്റി, അത് is it something new, or is it something that has been cooking for a while, or what happened? അല്ല, ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു നല്ല അനുഭവമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാര്യം ഒരു കാലത്ത് പത്രപ്രവർത്തകർ എന്ത് പറഞ്ഞാലും അതാണ്, ദാറ്റ് വാസ് ദ ലാസ്റ്റ് വേർഡ് എന്നൊരു മിഥ്യാധാരണ നമ്മുടെ ആളുകൾ. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ 10 വർഷം മുമ്പ്. പ്രത്യേകിച്ചും ചില പത്രങ്ങളുടെ പേര് കാണുമ്പോൾ അവർ പറഞ്ഞാൽ അതിനപ്പുറം സത്യമില്ല. അല്ലെങ്കിൽ അതിനകത്ത് ആ ഭാഗത്ത് ഇപ്പം ഞാൻ ആനന്ദപ്രസാദ് പത്രിക എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അവർ ഞങ്ങളുടെ ബംഗാളി പത്രമാണ് ആനന്ദപ്രസാദ് പത്രിക. അത് 100 വർഷം മാതൃഭൂമിയും ആനന്ദപ്രസാദ് പത്രികയും ഒരു ദിവസം 1922 ഒരു ദിവസം ലോഞ്ച് ചെയ്ത 2 പത്രങ്ങളാണ്. അതേസമയം ടെലിഗ്രാഫ് എന്ന പത്രം 1982 ഇന്ത്യയിലെ വൺ ഓഫ് ദ യങ്ങസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ ഞാൻ ടെലിഗ്രാഫിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ടെലിഗ്രാഫിൽ വരുന്ന വാർത്ത ആനന്ദപ്രസാദ് പത്രികയിൽ വന്നിട്ടില്ലെങ്കിൽ അവരോട് അങ്ങനെ സംഭവിച്ച് കാണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അന്ധമായ വിശ്വാസം അതൊരു നല്ല കാര്യമല്ല. അത് കൂടെ പത്രക്കാർക്ക് അടി കൊടുക്കുന്ന അതൊരു ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മളതിനെ ക്രൈസിസ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്, ഈ ജേർണലിസം എന്ന് പറയുന്നത് നമ്മളെന്ന് പറഞ്ഞാൽ വി ആർ ബേസിക്കലി പോക്കിംഗ് അവർ നോസ് ഇൻ ടു സമൺ എൽസ് ബിസിനസ്. അതൊരു വളരെ സുഖകരമായുള്ള ഒരു ഏർപ്പാടല്ല. നമ്മുടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കുക, മറ്റുള്ള കാര്യങ്ങൾ അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് ജോലി ചെയ്യുന്നത് അതിന് എപ്പോഴും ഒരു 2 വശമുള്ള ഒരു ഇതാണ്. അപ്പോൾ അമേരിക്കയിൽ 1960s അമേരിക്കയിൽ ഒരു സർവേ ഉണ്ട്, വേൾഡ്സ് മോസ്റ്റ് ഹേറ്റഡ് ജോബ്സ്. അതിൽ ആദ്യത്തെ ടാക്സ്മാൻ, അവരുടെ ടാക്സ് കളക്ഷൻ എന്നുള്ളതാണ് ഏറ്റവും ഹേറ്റഡ്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2ാമത്തെ ഹേറ്റഡ് പ്രൊഫഷൻ അല്ലെങ്കിൽ ലീസ്റ്റ് ട്രസ്റ്റഡ് പ്രൊഫഷൻ എന്നുള്ള ജേർണലിസം എന്ന് അമേരിക്കയിൽ ഒരിതുണ്ട്. പിന്നെ ഇന്ത്യയിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു സൺഡേ മാഗസീനാണ് 1980-കളിൽ ഒരു സർവേ നടത്തി ഏറ്റവും കൂടുതൽ സ്ത്രീധനം കിട്ടുന്ന ജോലി, അത് ന്യായമായും ഇന്ത്യയിലെ IAS, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് വന്നത് ജേർണലിസം, ഒട്ടും സ്ത്രീധനം കിട്ടാത്ത ജോലി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇതൊരു പുതുമയല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഇങ്ങനെ ഒരു പത്രക്കാരൻ്റെ കൂടെ രണ്ട് അടി കൊടുക്കണം എന്ന് തോന്നുന്നത് തെറ്റായ കാര്യമല്ല. അതൊരു നല്ല ഒരു ജനാധിപത്യത്തിൻ്റെ നല്ലൊരു പ്രവണതയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ആരും നമ്മൾ അന്ധമായി വിശ്വസിക്കാൻ പാടില്ല. ആദ്യം നമ്മൾ പത്രങ്ങളെ വിശ്വസിക്കുന്നു, പത്രക്കാരെ വിശ്വസിക്കുന്നു, പിന്നെ നമ്മുടെ കൗൺസിലറെ വിശ്വസിക്കുന്നു, MLA വിശ്വസിക്കുന്നു, MP വിശ്വസിക്കുന്നു, CM വിശ്വസിക്കുന്നു, പ്രധാനമന്ത്രി വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്വേച്ഛാധിപതി സൃഷ്ടിക്കുന്നത്. അപ്പം നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് എപ്പോഴും ചോദ്യപ്പെടുന്നത്, പത്രക്കാരനായാലും ആരായാലും ചോദ്യപ്പെടുന്നത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ തോന്നുന്നത്. ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു ആളാണ് ജേർണലിസ്റ്റ് എന്ന ചിന്ത ഒരു പരിധി വരെ ജനങ്ങൾ വെച്ചു പുലർത്തുന്ന കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും പത്രക്കാർ മാറി നടക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ഭൂരിപക്ഷം ആളുകളെങ്കിലും ഇതിൽ ജനങ്ങൾ എന്ന് പറയുന്ന ആദ്യം നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഒരു ന്യൂസ് പേപ്പർ ഒരു സാധാരണഗതിയിൽ നമ്മൾ പത്രം എന്ന് നമ്മൾ കൊണ്ടുദ്ദേശിക്കുന്ന ഒരു മനോരമ, മലയാള മനോരമ, മാതൃഭൂമി, ടൈംസ് ഓഫ് ഇന്ത്യ, ടെലിഗ്രാഫ്, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ആരാണ് ഇവർക്ക് ജനങ്ങൾ? ഇവർക്ക് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള 30 crore അല്ലെങ്കിൽ 300 million മിഡിൽ ക്ലാസ്, മധ്യവർഗം. അതായത് നമ്മൾ പറയുന്ന SEC-A എന്ന് പറയുന്നത് സെക്ഷൻ ക്ലാസിഫൈഡ്, ഇതിനകത്ത് സോഷ്യോ എക്കണോമിക് ക്ലാസ് A എന്ന് പറയുന്നത്, അതായത് കാറ് വാങ്ങിക്കാൻ കഴിയുന്നവർ, നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നവർ, എയർ കണ്ടീഷണർ വാങ്ങിക്കാൻ പൈസ ഉള്ളവർ. അപ്പോൾ ഇത് മാത്രം, ഈ 300 million ആളുകൾ മാത്രമേ ഒരു പത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ. ബാക്കിയുള്ള 700 million ആളുകൾ അല്ലെങ്കിൽ 70 കോടി ജനങ്ങൾ, 70 അല്ല, ഇപ്പോൾ 80 കോടി ജനങ്ങൾ, അതിനകത്തുള്ള 80 90 കോടി ജനങ്ങളും they don't exist. അപ്പം നമ്മൾ ജനങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ ഏത് ജനത്തിൻ്റെ കൂടെ എന്നൊരു വലിയൊരു പ്രശ്നമാണിത്, ഈ ചോദ്യം. അപ്പോൾ ഒരു ജേർണലിസ്റ്റ്, നമ്മൾ ജേർണലിസ്റ്റിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ 30 കോടി അല്ലെങ്കിൽ 300 million ആളുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും വലിയൊരു പ്രശ്നം, ഒരു മണിപ്പൂരിലോ സംഭവം നടന്നാൽ മണിപ്പൂരിൽ അത് കവർ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ എത്ര പത്രങ്ങൾ ജേർണലിസ്റ്റിനെ അയച്ചു നോക്കും. അതേസമയം ഒരു വേൾഡ് കപ്പിനോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടി 6-7 റിപ്പോർട്ടർമാരെ അയച്ച് അത് ഫ്രണ്ട് പേജിൽ വളരെ ധാർഷ്ട്യത്തോടുകൂടി അതിനെക്കുറിച്ച് ബ്രാഗ് ചെയ്യുക. അതായത് വി ഹാവ് സോ മെനി റിപ്പോർട്ടേഴ്സ് ദെയർ എന്ന് പറയുക. എന്നാൽ മണിപ്പൂരിൽ ഒരാളെ അയക്കാതിരിക്കുക. നൂഹ് പോലെ, അതായത് ഹരിയാന, ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ സൈക്കിളെ ഒട്ടിയാണെങ്കിലും കുറച്ചൊന്ന് ആഞ്ഞ് വിട്ടിയാൽ എത്താവുന്നതല്ല, അവിടെ പോലും റിപ്പോർട്ടേഴ്സിനെ അയക്കാത്ത. അപ്പം അതിന് കാര്യം ഈ പത്രങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറയുന്ന ഫുട്ബോൾ കളി കാണുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി രാത്രി കാണാൻ സമയമുള്ള അങ്ങനെ ഒരു ജനവിഭാഗത്താണ്. അപ്പം ആരുടെ കൂടെയാണ് ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് ഇതൊരു വലിയ ഡെഫിനിഷൻ. എന്താണ് ജനം എന്നുള്ളത് ആദ്യം ഡിഫൈൻ ചെയ്യണം. അത് പത്രങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അവരുടെ ട്രെയിനിങ്ങും ഒരു ട്രെയിനിങ് ആയിട്ടൊരു ജേർണലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് അയാൾക്ക് പിടികിട്ടും എന്തൊക്കെ സ്റ്റോറി എവിടെയൊക്കെ അയാൾ ഏതൊക്കെ ഫയൽ ചെയ്താൽ. ഇപ്പോൾ ഒരു കർഷകർ ഒരു സ്റ്റോറി ഫയൽ ചെയ്താൽ അപ്പിയർ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ബ്രീഫ് കോളത്തിൽ അപ്പിയർ ചെയ്യും. അതേസമയം ഒരു സിനിമാ നടൻ്റെ കാറിൻ്റെ പുതിയ ടയർ അയാൾ ഇവിടെ പോയി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇവിടെ ലൈസൻസ് എടുത്തു, അങ്ങനെയുള്ള കാര്യം ഫ്രണ്ട് പേജിൽ വരിക. അപ്പോൾ നാച്ചുറലി അതിൽ നമ്മൾ കണ്ടീഷൻഡ് ആവുകയാണ്. അപ്പോൾ ഒരു സക്സസ്ഫുൾ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന അയാൾ അങ്ങനെയുള്ള സ്റ്റോറികളെ ഫയൽ ചെയ്യുള്ളൂ. അപ്പം അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾ ജനങ്ങളുടെ കൂടെയാണ്. ഇപ്പോൾ ഞാൻ ഒരു 3 മാസം അല്ല 6 മാസം മുമ്പ് ഞാൻ ടെലിഗ്രാമിൽ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. അതിനുശേഷം എന്നെ എഡിറ്ററേറ്റ് ലാർജ് ആക്കുമ്പോൾ അപ്പം എൻ്റെ പത്ര ഉടമസ്ഥർ പറഞ്ഞത്, നിങ്ങളുടെ ജേർണലിസം ഞങ്ങളുടെ റീഡേഴ്സിന് ഇഷ്ടമല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, ഞാൻ ജനങ്ങളുടെ കൂടെ നിന്നില്ലായിരുന്നു. അപ്പോൾ ജനങ്ങളോട് നിൽക്കാത്തതുകൊണ്ടാണ് എന്നെ മാറ്റിയത്. അപ്പം അത് അവരെ സംബന്ധിച്ചുള്ള ഒരു ഡെമോക്രാറ്റിക് തീരുമാനമാണ്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത്. അപ്പോൾ ആരാണ് ജനം എന്നുള്ളത് ഇറ്റ്സ് വെരി അവിടെ ഒരു ചെറിയ സംശയം വരുന്നത് സാർ. ഇപ്പോൾ ഇന്ത്യൻ പത്രത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ രാജ്യസമാചാരമായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഹിക്കീസ് ഗസറ്റ് ആയാലും രാംമോഹൻ റോയുടെ പത്രങ്ങളായാൽ പോലും അതിനൊക്കെ കൃത്യമായിട്ടുള്ള, ഇപ്പോൾ രാജ്യസമാചാരമാണെങ്കിൽ അതിൽ മതപ്രചരണം ഒരു വലിയ ഘടകമായിരുന്നു. ഹിക്കീസ് ഗസറ്റ് ആയിരുന്നെങ്കിൽ അതിൽ ഗോസിപ്പിംഗ് വലിയൊരു ഘടകമായിരുന്നു. രാംമോഹൻ റോയുടെ പത്രങ്ങളാണെങ്കിൽ അതിന് ഒരു വേദാന്തിക് ഫിലോസഫിയെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ ഇതിൻ്റെ നമ്മുടെ ജേർണലിസത്തിൻ്റെ DNA-യിൽ തന്നെ ഉണ്ടെന്നിരിക്കെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു റോങ് ആയ ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പോൾ ടു ഹാവ് എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ഹാവിങ് എ പബ്ലിക്കേഷൻ, ഇസ് ഇറ്റ്? ഇല്ല, ഇത് തെറ്റാണ് ശരിയാണ് അങ്ങനെ ഒരു എന്താ പറയുക, ജഡ്ജ്മെൻ്റലായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് അവർ കേസ്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് ദെർ വിൽ ബി ഓൾവേസ് എ കൗണ്ടർ വ്യൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം തൊട്ട് എന്താണ് ഫ്രീഡം,
എന്നുള്ള ചോദ്യം. വൈ ഡു വി സേ വി ആർ ഇൻഡിപെൻഡൻറ്റ്, ആർ വി റിയലി ഇൻഡിപെൻഡൻറ്റ്? അപ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് റെപ്രസെൻറ്റേഷൻ എന്നുള്ളതാണ്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ നോക്കുമ്പോൾ മുസ്ലിങ്ങൾക്കും ദളിതുകൾക്കും മറ്റ് പാർശ്വവൽക്കർക്കൾക്കും നമ്മുടെ ഇവിടെ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ആ കോസിന് വേണ്ടി ഇതാണ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിനാർക്കും തെറ്റ് പറയാൻ പറ്റില്ല. ബട്ട് ദ പ്രോബ്ലം ഈസ് യു വിൽ നോട്ട് ഫൈൻഡ് സ്പേസ് ഇൻ എ ന്യൂസ് പേപ്പർ ഫോർ ദാറ്റ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചോദ്യം വരും, നിങ്ങൾ പിന്നെ എവിടെ ഏത് സ്പേസിൽ നിന്ന്? അപ്പോൾ ഇതൊരു വലിയൊരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലമാണ്. അപ്പോൾ പലപ്പോഴും ജേർണലിസ്റ്റുകളെ കാട്ടി ഞാൻ കുറ്റം പറയുന്ന എഡിറ്റേഴ്സിനെയും മാധ്യമ ഉടമകളെയും. അപ്പം എഡിറ്റേഴ്സ് ഒരു ലിമിറ്റ് വിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞങ്ങളുടെ ശമ്പളവും മറ്റു കാര്യങ്ങളല്ല, ജോലി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അതൊരു ഫെസൈലായിട്ടുള്ള ഡിഫൻസാണ്. അതായത് ഒരു പത്രമുതലാളിയും ഒരു എഡിറ്ററെയും ഇപ്പോൾ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നീക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഈവൻ 1 month ഇസ് ഗുഡ് എനഫ് ടു പ്രൂവ് യുവർ പോയിന്റ്. അപ്പോൾ അതിൽ നമ്മളാരും എഡിറ്ററായിട്ട് വളരെ അപൂർവമായിട്ട് വളരെ സൗഭാഗ്യമുള്ള ഇപ്പോൾ വീർ സംഘിയെ പോലെയുള്ള MJ അക്ബറെ പോലെ, വീർ സംഘി എനിക്ക് തോന്നുന്നു 24 വയസ്സിൽ എഡിറ്ററായി, MJ അക്ബർ 28 വയസ്സിൽ എഡിറ്ററായി. പക്ഷേ സാധാരണ അങ്ങനെ അങ്ങനെ അത്ര ഭാഗ്യമില്ലാത്ത സാധാരണ എന്നെ പോലെ ഞാൻ എഡിറ്ററായത് ഏകദേശം 26 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ഈ 26 വർഷത്തിന് ശേഷം എഡിറ്ററായിട്ട് 1 മാസം എഡിറ്ററായാലും അത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ജേർണലിസം. സോ അതൊരു ഡിഫൻസ് അല്ല. അപ്പോൾ യു ഹാവ് ടു ഡു ഇറ്റ്. അങ്ങനെ നമുക്ക് ചാൻസ് കിട്ടും. ഒരു ദിവസമാണ് 1 ദിവസം, 2 ദിവസമാണ് 2 ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇത് പലരും ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ 24 വർഷമൊക്കെ ഒരു പത്രത്തിൽ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ പറയുന്നല്ല, ഈ 90കളിൽ പ്രൊഫഷണൽ ജോയിൻ ചെയ്ത ഒരാൾ 24 വർഷമൊക്കെ ജോലിയാണെങ്കിൽ അങ്ങനെ പട്ടിണി കിടക്കുന്നില്ല. ജോലി പോയാലും പോട്ടെ എന്ന് വയ്ക്കണം. അങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുന്നൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ അവൻ അത്ര റെസ്പോൺസിബിളായിട്ട് ജീവിച്ചിരിക്കണം. അതിൽ കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ 24 വർഷത്തെ സേവനവും സേവിങ്സും കൊണ്ട് പട്ടിണിയില്ല ജീവിക്കാം. അപ്പോൾ ആ ധൈര്യത്തോടെ നമ്മൾ 1 മാസം ശരിയായ രീതിയിൽ നമുക്ക് ശരിയാകുന്ന രീതിയിൽ ജേർണലിസം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുകയാണ് വേണ്ടത്. പലരും പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? അത് പത്രമുതലാളിമാരോടുള്ള ഭയമാണോ, അതോ ചില പ്രത്യേക താല്പര്യങ്ങളോടുള്ള ചേർച്ച കൂടുതലാണോ, അതോ ഇനി EMI ആണോ പ്രശ്നം? ഇത് നമുക്ക് ഓരോ ലെയറായിട്ട് ഇപ്പോൾ സാധാരണ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിന് ഇതെല്ലാം പ്രശ്നങ്ങൾ. EMI, അതുപോലെ ഒരു ജോലി പോയാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വലിയൊരു മാസ്റ്റർ ഇടുന്ന ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്നൊരാളെ സാക്കി അല്ലെങ്കിൽ ഹിന്ദു എന്നൊരാളെ പറഞ്ഞു വിടുകയാണെങ്കിൽ പിന്നെ മിക്കവാറും വേറെ ഒരു പത്രങ്ങളും അദ്ദേഹത്തെ തൊടാൻ സാധ്യതയില്ല. അതേസമയം ഒരു ചെറിയ പത്രത്തിൽ നിന്ന് പിരിച്ചുള്ള ചില വലിയ പത്രങ്ങൾ എടുക്കുവരും. അപ്പം ഈ ഓരോരോ ലെയറിലുള്ള ഞാൻ പറഞ്ഞ ഒരാൾ എഡിറ്ററായി കഴിയുമ്പോൾ ദീസ് തിങ് ഡസൻറ്റ് മാറ്റർ ബിക്കോസ് അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് നെയിം ഇൻ ദ പ്രൊഫഷൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പം ഞാൻ ഈ പലപ്പോഴും എന്നോട് ഒരുപാട് ജേർണലിസ്റ്റുകളും മാധ്യമ ഉടമകളും എന്നോട് ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അവർ പറയുന്നത് ഞാൻ പറയുന്നത് ശരിയല്ല. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അതെന്തുകൊണ്ടും ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഡേറ്റ ഗവൺമെൻറ് ഡേറ്റ വെച്ചാണ് പറയുന്നത്. എല്ലാവരും പറയുന്നു നമ്മുടെ മനോരമ, ടൈംസ് ഓഫ് ഇന്ത്യ, ടെലിഗ്രാഫ്, ഹിന്ദു, എക്സ്പ്രസ് ഇങ്ങനെയുള്ള പത്രങ്ങൾ പരസ്യത്തിന് വേണ്ടിയാണ് സർക്കാരിൻ്റെ കാല് നിൽക്കുന്നത്. ഇത് ശുദ്ധ അസംബന്ധമാണ്. കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ 2023 ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിന് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്ത ആഡ്സ് 5.4 crore. 5.4 crore ആണ് INB മിനിസ്ട്രിയുടെ ഡേറ്റ. പക്ഷേ 2 ദിവസം മുമ്പ് കപിൽ സിബൽ പറയുന്നത് 9 crore, അത് 9.4 crore. എന്നാലും അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് ശരിയാക്കി. എന്നാലും 10 കോടിക്ക് താഴെയാണ്. ഈ 10 കോടി എന്ന് പറഞ്ഞാൽ കപിൽ സിബൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എൻ റാമുമായിട്ടുള്ള ചർച്ചയിൽ കപിൽ സിബൽ പറയുകയാണ്, നോക്കൂ എന്തുമാത്രം പൈസയാണ് സർക്കാർ ഇങ്ങനെ ഒരു പത്രത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൈസ വാങ്ങിക്കുന്ന പത്രത്തിന് എപ്പോഴും സർക്കാരിൻ്റെ വിധേയത്വം കാണിച്ചുള്ളൂ. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞ പൂർണ്ണ അസംബന്ധമാണ്. കാര്യം ഞാൻ വേറൊരു കണക്ക് പറയാം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ 2023 അഡ്വർടൈസിങ് റവന്യൂ, ഈ ഗവൺമെൻറ് അഡ്വർടൈസിങ് റവന്യൂ ഞാൻ പറഞ്ഞു 5.4 crore എൻ്റെ കണക്ക്. പക്ഷേ കപിൽ സിബൽ പറയുന്നത് 9.4 crore. അവരുടെ ടോട്ടൽ റവന്യൂ എത്രയാണെന്ന് പറയാമോ? 4,979 crore, നിയർലി 5,000 crore. 5,000 crore നമ്മൾ 5.4 എത്ര ശതമാനം നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. യു നീഡ് ഗൂഗിൾ കാൽക്കുലേറ്റർ. 5000 കോടി രൂപയിൽ 5.4 കോടി മാത്രമാണ് നരേന്ദ്രമോദി ഇവർക്ക് പരസ്യം കൊടുത്തിരിക്കുന്നത്. Then how can we say that they are doing this for money? ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് റീസെൻറ്റ് മെമ്മറിൽ ഉണ്ടാക്കി 2012 1,400 crore. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് അവർക്ക് ലോസ് ആയിരുന്നു. ഈ വർഷം അവരുടെ പ്രോഫിറ്റ് 53 crore. 1,400 കോടി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നു. ഇപ്പോൾ അവരുടെ ലാഭം 53 crore ആണ്. വൈ ആർ ദേ ഡൂയിങ് വാട്ട് ദേ ഡൂയിങ് ടു നരേന്ദ്ര മോദി? അപ്പോൾ പൈസ അല്ല എന്നുള്ളത് തീർച്ചയല്ലേ.
സമ്പത്തല്ല എന്നുള്ള തീർച്ചയായും. 2, ഭയം. എല്ലാവരും പറയുന്നു ED വരും മറ്റേവർ. ഈ ടൈംസ് ഓഫ് ഇന്ത്യക്കും മലയാളം മനോരമയ്ക്കും ഹിന്ദുവിലും ഇവരുടെയൊക്കെ ഞാൻ പലപ്പോഴും ചോദിക്കുന്നു, നിങ്ങളുടെയൊക്കെ ബാക്ക് യാർഡിൽ സ്കെൽട്ടൻസ് കുഴിച്ചിട്ടുണ്ടോ ഇത്ര പേടിക്കാൻ വേണ്ടി? അങ്ങനെ പോക്കരത്തിനും കാണിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു പേ എ പ്രൈസ്. ഉപ്പ് തിന്നുന്നതും വെള്ളം കുടിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ലീഗൽ ബ്രെയിൻസ് ഹരീഷ് സാൽവെ എത്രയോ ഞാൻ ജോലി ചെയ്യുന്ന ന്യൂസ് പേപ്പർ ഉൾപ്പെടെയുള്ള ന്യൂസ് പേപ്പറിൻ്റെ ലീഗൽ അഡ്വൈസറാണ് ഹരീഷ് സാൽവെ. ഹരീഷ് സാൽവെ പോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ന്യൂസ് പേപ്പർ. വൈ ആർ ദി ഗെറ്റിംഗ് സ്കെയർ എന്നുള്ള ചുമ്മയാണ്, ഭയമൊന്നുമല്ല ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം ഭയമല്ല, ഇത് സാമം ദാനം ദണ്ഡം എന്ന് പറഞ്ഞാൽ ഇതൊന്നും. അപ്പോൾ ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതുള്ള ഒരേ ഒരു കാര്യം, വർഗീയതയും അവരുടെ ക്ലാസും കാസ്റ്റ്. നമ്മൾ ആരാണ് ഇന്ത്യൻ മീഡിയ ഓൺ ചെയ്യുന്ന ഏതൊക്കെ കാസ്റ്റിലുള്ളവരാണ്, ഏതൊക്കെ ക്ലാസ്സിലുള്ളവരാണ് നമ്മൾ നോക്കുമ്പോൾ ദ പിക്ചർ ബിക്കംസ് ക്ലിയർ. പക്ഷേ ഇത് ജേർണലിസ്റ്റ് വിൽ നോട്ട് അക്സെപ്റ്റ്. കാര്യം അവർക്കെല്ലാം ഗിൽറ്റാണ് ഉള്ളത്. ഇത് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ ജോലി ചെയ്ത് ഇങ്ങനെയുള്ള ജോലിവർക്ക് വേണ്ടിയാണ് ജോലി പാദസേവ ചെയ്യുന്നതെന്ന് ദർ ഇസ് എ ക്ലിയർ എവിഡൻസ്. അതുകൊണ്ട് ജേർണലിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, മുതലാളി ഉടമകൾ അക്സെപ്റ്റ് ചെയ്യില്ല, ഈ കപിൽ സിബലിനെ പോലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് നടിക്കുന്നവർ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഞാൻ ഡേറ്റ വെച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ എന്തൊരു കപിൽ സിബൽ ഐ സെൻഡ് മെസ്സേജ് ഓൾസോ വാട്ട് യു ആർ സേയിങ് ഇസ് റോങ്. അതിനൊരു അദ്ദേഹം വായിച്ചു എന്നുള്ള ഞാൻ കണ്ടു. അത് നീല മാറ്റമുള്ള അറിവില്ലെന്നോ അതിനുള്ള ടെക്നോളജി അത് വായിച്ചു, അതിന് മറുപടി പോലും അദ്ദേഹം അയക്കുന്നില്ലെന്ന്. അത് ഈ വീഡിയോ കണ്ടിട്ട് 2 ദിവസം മുമ്പാണ് ഈ വീഡിയോ വന്നത്. എൻറാമും കപിൽ സിബലിൻ്റെ ദിൽസെ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൻ്റെ താഴെയുള്ള കമൻറ്റ്. അപ്പോൾ ഈ ആളുകൾ മിസ്ലീഡ് ചെയ്യപ്പോൾ ആളുകൾ വന്നിട്ട് ബ്രില്യൻറ്റ് അനാലിസിസ്, ഇതുകൊണ്ടാണ് ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനെ ഗവൺമെൻറ് കാല് തന്നത്. ഞാൻ പറഞ്ഞു ശുദ്ധ അസംബന്ധം, ആളുകൾ തെറ്റും. ഞാൻ പറഞ്ഞു ഡേറ്റ വെച്ച് പോലെ ഗവൺമെൻറ് ആഡ്സ് ഏറ്റവും കൂടുതൽ ഒരു തവണ പോലും 50 crore കൂടുതൽ ഒരു പത്രത്തിന് കിട്ടിയിട്ടൊരു വർഷം. 50 crore ഞാൻ വീണ്ടും പറഞ്ഞു, 5,000 crore 50 crore തമ്മിൽ പേഴ്സണേജ് നോക്കൂ. ഇറ്റ്സ് വെരി നെഗ്ലിജൻസ്. അത് മാത്രമല്ല പലപ്പോഴും നമ്മൾ ഒരു പേജ് 1 ഒരു ഗവൺമെൻറ് ആഡ് ഒരു 20/3 സ്പേസ് ഇടുകയാണെങ്കിൽ ഗവൺമെൻറ് പ്രോബബ്ലി ദേ വിൽ ഗിവ് യു 1 lakh rupees 1.5 lakh. അതേത്തിൽ നമ്മളൊരു പ്രൈവറ്റ് ഹിന്ദുസ്ഥാൻ ലിവറിനോ മറ്റൊരു കൊടുക്കുകയാണെങ്കിൽ 4 lakh to 5 lakh. അപ്പോൾ ഗവൺമെൻറ് ആഡ് ക്യാരി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ബിസിനസ് കിട്ടുന്നില്ല, അത് നിങ്ങളുടെ ഗതികേടുകൊണ്ട് കാര്യം. നമുക്ക് അല്ലെങ്കിൽ പലപ്പോഴും ഗവൺമെൻറ് ആഡ്സ് റിജക്റ്റ് ചെയ്യാണ് നമുക്ക് പ്രോഫിറ്റബിൾ മോർ. അത് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് പൈസയ്ക്ക് വേണ്ടി അല്ല അവർ ചെയ്യുന്നത്. വേറെ ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ ഒരു കാസ്റ്റ് ക്ലാസ് അപ്പോൾ ആരും ചോദിക്കുന്ന അതിനൊരു കൗണ്ടർ പോയിന്റ്. അങ്ങനെ എപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ 47-30. പിന്നെ എന്തുകൊണ്ട് അത് തീർച്ചയായിട്ടും ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ഒന്നാമത് ന്യൂസ് പേപ്പേഴ്സ് ഈ അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഒട്ടും ക്യാരക്ടർ ഇല്ലാത്ത ഒരു സംഭവമാണ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ. അത് ഏത് ക്ലാസ്സിൽ ഏത് വെള്ളം ഒഴിക്കുന്ന ആ ഷേപ്പ് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പലപ്പോഴും ന്യൂസ് പേപ്പേഴ്സ് പ്രൈഡ് എടുക്കുന്നൊരു കാര്യമുണ്ട്, അതായത് ഞങ്ങൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന്. അപ്പോൾ ഇതിനുള്ള ഉത്തരം എന്തുകൊണ്ട് അവർ ഇതുവരെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അക്കാലത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും പ്രശ്നങ്ങളുണ്ടെങ്കിലും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു സെക്യുലർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു. സർക്കാരി എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒരു സെക്യുലർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഈ മീഡിയ ഗ്രൂപ്പ്സ് they wanted to be associated with such ഒരു ഇത്. ഞാൻ ഉദാഹരണം പറയാം. 1990 സമീർ ജെയിൻ 88 അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് ചെറുപ്പക്കാരൻ. ഐ വാസ് വെരി യങ്. അദ്ദേഹം ഹി ടുക്ക് ഓവർ അശോക് ജെയിനിൽ നിന്ന് ഹി ബിക്കം ദ വൈസ് ചെയർമാൻ. ഞാൻ ഈ ടൈംസ് ഓഫ് ഇന്ത്യയെക്കുറിച്ച് വീണ്ടും പറയുന്ന അതിനോട് പ്രത്യേക വിരോധം. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് എന്നെ ട്രെയിൻ ചെയ്തത് ആദ്യമായിട്ട്. എനിക്ക് വളരെ അടുത്തറിയുന്ന ഗ്രൂപ്പും ഈ കാര്യങ്ങൾ ഞാൻ നേരിട്ട് കേട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. മറ്റ് ഗ്രൂപ്പുകൾക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീണ്ടും അല്ല, എനിക്ക് പ്രത്യേകിച്ച് അവരുടെ വിരോധമുള്ളതുകൊണ്ടല്ല. പിന്നെ വി കനോട്ട് ഇഗ്നോർ ടൈംസ് ഓഫ് ഇന്ത്യ. നമ്മൾ എന്തൊക്കെ ഇറ്റ് ഇസ് എ വേൾഡ്സ് ലാർജസ്റ്റ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. വേൾഡിലെ ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ്. സോ വി ഹാവ് ടു മെൻഷൻ. പലരും ആ ഗ്രൂപ്പിൻ്റെ പേര് പറയാൻ പോലും ഭയമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ദേ വിൽ നോട്ട് ഗിവ് മി എ ജോബ് സോ ഐ ക്യാൻ സ്പീക്ക്. അപ്പോൾ ഇത് 1990 സമീർ ജെയിൻ പത്രം ഈ പിക്കെയും അയാൾ പുറത്ത് പഠിച്ചിട്ട് വന്ന അശോക് ജെയിനിൽ നിന്ന് ഈ ടുക്ക് ഓവർ ദ പേപ്പർ. അപ്പോൾ he wanted to he made it very clear that he wanted to prove that I can run a newspaper without editors. He wanted to prove. അപ്പോൾ അന്ന് ഞാനെന്ന് അവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ്. അന്ന് ഇവർക്കൊരു റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ട്, ജേർണലിസം പഠിപ്പിക്കുമല്ലോ. അങ്ങനെ അത് ഞങ്ങളുടെ അവിടെ വന്നപ്പം ഒരു ആൾ ചോദിച്ചു വൈ ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് വിളിച്ചിരുന്ന ഓൾഡ് ലേഡി ഓഫ് ബോറിബന്ദർ എന്ന് വിളിച്ചത്. അപ്പോൾ കാര്യം ഇറ്റ്സ് വെരി സ്റ്റേബിൾ ന്യൂസ് പേപ്പർ, വെരി ട്രസ്റ്റഡ് ന്യൂസ് പേപ്പർ ആൻഡ് വെരി സെക്യുലർ അറ്റ് ദ ടൈം. അപ്പോൾ എന്ത് ചോദിച്ചു, അപ്പോൾ അന്ന് ഈ സെക്യുലറിസം ഇതിനെ കളിയാക്കൊണ്ടാണ് എൻ്റെ ഒരു സുഹൃത്താണ് ജെയിനു എന്നുള്ളൊരു കുറച്ച് കമ്മ്യൂണിസ്റ്റൊക്കെ ഉള്ളത്. അദ്ദേഹം ചോദിച്ചാണ് വൈ ഇസ് ടൈംസ് ഓഫ് ഇന്ത്യ പാർട്ട് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതാണ് ഒരു ന്യൂസ് പേപ്പർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് സമയം പറഞ്ഞൊരു വളരെ വളരെ റിവീലിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞു വി ആർ നോട്ട് പാർട്ട് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വി ആർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്.
this is a very big moment in journalism. That proves what I said, because they always want to be part of the establishment. അപ്പോൾ ഞാൻ ഒരു സംശയമില്ലാതെ പറയുകയാണ്, എന്തെങ്കിലും ഇപ്പോൾ ഒരു മിറാക്കിൾ എന്തെങ്കിലും കൊണ്ടുപോയി നരേന്ദ്രമോദി, if he is voted out and Congress or some other party comes to power, Indian journalism will rediscover its mojo. സടകൂട്ടം നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ, പിന്നെ ഒരു 2 വർഷത്തേക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ഒരു പെരും പറയായിരിക്കും. കാര്യം ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറി. അപ്പോൾ ദേ ആർ ഓൾവേസ് പാർട്ട് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ദേ ആർ കൊളാബറേറ്റേഴ്സ്. നാസി ജർമ്മനിയിലെ ഒരു കൊളാബറേറ്റേഴ്സ് എങ്ങനെ പെരുമാറി, ദീസ് പീപ്പിൾ ആർ ഓൾസോ എക്സാക്ട്ലി ദാറ്റ്. ദിലീപ് അഡ്ഗോങ്കർ പണ്ട് പറഞ്ഞതായിട്ട് കേട്ടുള്ളൊരു വാചകമുണ്ട്, ഐ ഹാവ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഇൻ ദ കൺട്രി എന്ന്. ഇപ്പോൾ ഈ എഡിറ്റർമാർക്കും ന്യൂസ് പേപ്പർ ഉടമകൾക്കൊക്കെ ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകാനുള്ള, ഈ വ്യവസ്ഥ തന്നെ ആവാനുള്ള ഈ ഡിസയർ, ഇത് മാറാനുള്ള അല്ലെങ്കിൽ മാറ്റാനുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു ഓഡിറ്റിങ്ങോ അതല്ലെങ്കിൽ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് എന്താണ് കാണുന്നത്? ജനങ്ങളുടെ ഇടപെടലാണോ വേണ്ടത്, അതോ ഇനി റെഗുലേഷൻസ് ആണോ, അതോ ബെറ്റർ ജേർണലിസം സ്കൂൾസ് ആണോ? വാട്ട് ക്യാൻ ബി എ സൊല്യൂഷൻ? അല്ല, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത്, ഞാൻ പറയും, ഞാൻ വീണ്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ത്യ, വൈ ഡിഡ് വി വാണ്ട് ടു ബി ഫ്രീ എന്നുള്ള ഇന്ത്യ. കാര്യം ബ്രിട്ടീഷുകാരുടെ കാര്യത്ത് പലരും ട്രെയിൻ സമയത്ത് ഓടിയിരുന്നൊക്കെ പറയുമ്പോൾ ഒരു കഥകളില്ല. അതിൽ നിന്ന് വാട്ട് ഇസ് ദ ഡിഫറൻസ്? എഗെയിൻ ഞാൻ വീണ്ടും പറയാം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എ ഫ്രീ കൺട്രി ഇതൊരു റെപ്രസെൻറ്റേഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ ന്യൂസ് റൂമിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടും ഏറ്റവും അർജൻറ്റുമായിട്ട് ചെയ്യേണ്ട ഒരു റെപ്രസെൻറ്റേഷൻ ഉള്ള കാര്യമാണ്. ഞാൻ ചോദിച്ചു ചോദിക്കാം, ഇവിടെ ഇരിക്കുന്ന നമുക്ക് എത്ര പേർക്ക് can you name a Muslim editor in a newspaper in the country? Can you name a Dalit editor in a newspaper in a country? It will be very difficult because there is no one like that. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ടെലിഗ്രാഫ് എന്ന ന്യൂസ് പേപ്പറിൽ 2 മുസ്ലിം ജേർണലിസ്റ്റാണ്, 2 മുസ്ലിം ജേർണലിസ്റ്റ്. ആക്ച്വലി ഐ തിങ്ക് 175 ജേർണലിസ്റ്റ് ടോട്ടൽ. അതിനകത്തുള്ള 2 പേരാണ്. ഈ റെപ്രസെൻറ്റേഷൻ ഒരു ദളിത്, മുസ്ലിംസ്, മറ്റ് പാർശ്വവൽക്കരണ, ട്രൈബൽ, അതിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ നമ്മളൊരു അപ്പർ മിഡിൽ ക്ലാസ് സ്ട്രേറ്റിൽ നിന്ന് മാത്രം ജേർണലിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ, ഒരു പ്രത്യേക ജാതിയിൽ, പ്രത്യേക വർഗ്ഗത്തിൽ നിന്ന് മാത്രം, അല്ലെങ്കിൽ പ്രത്യേക മതത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കവർ ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ അറിഞ്ഞു, കേരളത്തിലെ ഏറ്റവും 2 3 വലിയതെന്ന് പറയാവുന്ന ഒരു മീഡിയ ഗ്രൂപ്പ് അടുത്ത കാലത്ത് ഒരു ഡെസ്കിൽ ഒരു മുസ്ലിമിനെ എടുത്ത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർക്കൊരു ക്യാപ്ഷൻ എഴുതിയപ്പോൾ ഈ റംസാനും ഈദും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കറിയില്ല. അന്ന് അവർക്ക് പല പുരോഹിതന്മാരെയും വിളിച്ചുണർത്തി. ഞാനീ പറയുന്ന 14 നൂറ്റാണ്ട് കാര്യമല്ല, 2024 സംഭവിച്ച സംഭവമാണ്. അപ്പോൾ ഈദും റംസാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതുപോലെ അപ്പം കാര്യം ക്യാപ്ഷനകത്ത് ഈദ് നോയമ്പ് തുറന്ന് എന്തോ പറഞ്ഞ് അങ്ങനെ തെറ്റി അപ്പോൾ അങ്ങനെ തെറ്റ് പറ്റിയപ്പോൾ അവർ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ എ മുസ്ലിം ജേർണലിസ്റ്റ് എന്ന കഥകൾ സത്യമാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറയും, അപ്പോൾ ഇതുപോലും അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ജനതയോട് സംസാരിച്ച് നിങ്ങൾക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? പറ്റില്ല അത് ചെയ്യാൻ. എങ്ങനെ ഒരു ദളിത് സമൂഹത്തിനിടയിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്ന് പറ്റില്ല. പറയുന്ന നമുക്കത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം ഒരു മുറിവേറ്റ സമൂഹം, അല്ലെങ്കിൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം, ഒരു ന്യൂനപക്ഷം അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി, ഒരു ന്യൂനപക്ഷത്തിനകത്ത് നിന്നുള്ള ആൾക്ക് ഞാൻ വീണ്ടും പറഞ്ഞത്, അതും കോൺട്രവേഴ്സി ആയിരിക്കും. ചിലർ അങ്ങനെയല്ല, നല്ല ജേർണലിസ്റ്റുകൾക്ക് എവിടെ പോയത് അല്ല, അങ്ങനെയല്ല. ഞാനും ശ്രമിച്ചു, എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും റിപ്പോർട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതേ ആളുകളെ വീണ്ടും കാണുമ്പോഴാണ് ഞാൻ ചെയ്ത വാർത്തയിൽ വേണ്ട പറഞ്ഞ പോയിന്റ് ആണോ, ശരിയായ വാർത്തയാണോ കൊടുത്തതെന്നുള്ള സംശയങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ന്യൂസ് റൂമുകൾ ബ്രോഡ് ബേസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് നടക്കില്ല എന്നാൽ അതിന് ഒരേ ഒരു വഴി എന്നുള്ളത് പ്രൈവറ്റ് റിസർവേഷൻ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ടാണ് UPA 8 വർഷം അവർ ഭരിച്ചിട്ടും അതവർ ചെയ്യാത്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അത് മാത്രമേ വഴിയുള്ളൂ. കാര്യം ബാക്കി എല്ലാ ഓപ്ഷൻസും യൂസ് ചെയ്യും. കാര്യം ഇവരുടെ ടെക്സ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക ക്ലാസ്, ഒരു പ്രത്യേക ജാതി, ഒരു പ്രത്യേക മതം, അങ്ങനെയുള്ളവർക്ക് മാത്രം ആക്സസ് കിട്ടുന്ന ഒരു ഇതായിട്ടാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും, കാരണം ഞാനിതിനകത്ത് ഐ എം പാർട്ട് ഓഫ് ഇറ്റ്, അതുകൊണ്ട് ഞാനിതിനകത്ത് ഐ എം ഈക്വലി ഗിൽറ്റി ഓൾസോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് റിസർവേഷൻ മാത്രമാണ് ഇതൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരിക്കലും മാറില്ല. ഇതുമായി ചേർത്ത് പറയേണ്ട ഒരു കാര്യം,
നമ്മൾ ജേർണലിസത്തിൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് ഇപ്പോഴും ജേർണലിസ്റ്റുകൾക്ക് വേണ്ട റിക്രൂട്ട്മെൻറ്റ് ഇപ്പോഴും നമ്മൾ എടുത്തു തുടങ്ങിയിട്ടില്ല. ഇപ്പം ഈ ഒരു ജേർണലിസ്റ്റിനെ ഹയർ ചെയ്യാനായിട്ട് മിക്ക സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ ഇപ്പോഴും മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ്. MBAക്ക് വരുന്ന ഒരാളെ ഹയർ ചെയ്യുന്ന രീതിയിലാണ്, ആ പ്രോസസ്സാണ് ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ ഒക്കെ നടക്കുന്നത്. പല പത്രങ്ങളിലും വളരെ വിചിത്രമായ രീതിയിലുള്ള അപ്രൈസലാണ്. അപ്പോൾ ഈ ഒരു ബയസ് അല്ലെങ്കിൽ ഈ ഒരു ഇതിലുണ്ട്. അത് മാത്രമല്ല, ഈ മാറ്റം ഇപ്പോൾ ബ്രോഡ് ബേസ് ആക്കണമെന്ന് നമ്മൾ പറയുമ്പോഴും ന്യൂസ് പേപ്പർ ഓണർഷിപ്പ് ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്ന ഒരു കാലത്ത് ഡിജിറ്റൽ ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു ജനാധിപത്യം അല്ലെങ്കിൽ ഒരു സാധ്യത ഇതിലേക്കൊരു is it going to give us any hope? Because ഇന്ന് നിങ്ങൾക്കത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഇൻക്ലൂസീവ് ദാറ്റ് വേ. സോ വാട്ട് ഡു യു തിങ്ക്? തീർച്ചയായിട്ടും നമ്മൾ ജേർണലിസത്തിനെ കുറിച്ച് ചരിത്രം വരുമ്പോൾ ഇത് വളരെ ഹോപ്പ്ഫുള്ളൊക്കെയാണ്. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട്, തീർച്ചയായിട്ടും അത് പരകല പ്രഭാകറാണെന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ സ്കാമാണ്. ഞാൻ പൂർണ്ണമായിട്ടും അദ്ദേഹത്തോട് യോജിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ അവസാനം ന്യൂസ് പേപ്പറിൽ അതിനെക്കുറിച്ച് വായിച്ചൊരു സ്റ്റോറി എന്താണ് ആലോചിച്ച് നോക്കൂ. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് അവസാനം നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിച്ചൊരു സ്റ്റോറി. ആദ്യം സ്റ്റോറി പോട്ടെ, എന്നാണ് ഒരു സ്റ്റോറി വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഓർമ്മ വരുന്നത്. കാര്യം ആരും ചെയ്യുന്നില്ല എന്നാണ് മെയിൻ സ്ട്രീം മീഡിയ. അതേസമയം ഓൺലൈൻ സ്പേസിൽ ഒരുപാട് സ്റ്റോറികൾ, വളരെയധികം സ്റ്റോറികൾ ചെയ്യുന്നുണ്ട്. ഇന്നലെ പോലും ഒരു ഭയങ്കര, നമുക്ക് കേട്ടാലും ഭയം തോന്നുന്ന രീതിയിൽ, അതായത് കൊതക് മഹീന്ദ്ര എന്ന് പറഞ്ഞ്, ഉദയ് കോത്തക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബിസിനസ്സിൻ്റെ ഏറ്റവും മുടിചൂടാമൻ, ഇത്രയും മര്യാദാ പുരുഷോത്തമൻ, ബിസിനസ്സിലെ മര്യാദാ പുരുഷോത്തമൻ എന്ന് സ്വയം നടിക്കുന്ന ഒരാളാണ് ഈ ഉദയ് കോത്തക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഹരിയുടെ ഇത് കുറയ്ക്കണമെന്ന് RBI റൂൾസ് ഉണ്ട്. അപ്പം അത് അദ്ദേഹം അതുമായിട്ട് RBI ആയിട്ട് പ്രശ്നമായി. RBIക്കെതിരെ കേസ് കൊടുത്തു. RBI ഹാഡ് എ വെരി സ്ട്രോങ് കേസ്. പെട്ടെന്ന് ഒരു നോട്ടീസ് പോലെ RBI ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ഇതോടെ ചേരുന്നു. ഇത് മാത്രമാണ് നമുക്കറിയുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഉദയ് കോത്തക് പോലെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് പേഴ്സൺ, അദ്ദേഹം വളരെ നല്ല ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുകയാണ്. അപ്പോൾ RBI മസ്റ്റ് ഹാവ് ഡൺ ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ ഈ സമയത്ത് അടുപ്പിച്ചാണ് പെട്ടെന്ന് കോത്തക് മഹീന്ദ്ര ബാങ്ക്, KMB എന്ന് പറയുന്ന ബാങ്ക് ഒരുപാട് ഡൊണേഷൻ BJPക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി പലരും ചെയ്തു. പക്ഷേ ഇന്നലെ പുറത്തു വരുന്നത് ഇത് മാത്രമല്ല, KMB എന്ന് പറഞ്ഞ ബാങ്ക് മാത്രമല്ല, ഇവരുടെ ഒരു സബ്സിഡിയറി കമ്പനി വളരെ ഇതിൽ പരം ഏകദേശം 30 ബില്യൺ റുപ്പീസ് അങ്ങോട്ടാണ് ഇവർ, നമ്മളറിയാത്ത വളരെ ഭീകരമായ രീതിയിലുള്ള ഒരുപാട് കാശ് കൊടുത്തത് മാത്രമല്ല, ഇവരിത് വാങ്ങിച്ചതിന് ഈ കമ്പനി ഇത് വാങ്ങിച്ചു എന്നുള്ളതിന് SBIയുടെ അതിനകത്ത് തെളിവില്ല. അപ്പോൾ ഒരു പോസിബിലിറ്റി, ഒരു വർഷത്തെ SBI ഇപ്പോഴും കൊടുത്തിട്ടില്ല, 2019 മുതലുള്ള, അപ്പോൾ അതിന് മുമ്പ് വാങ്ങിച്ചതായിരിക്കാം. വേറൊരു വളരെ നമ്മളെ ഭയപ്പെടുത്തേണ്ട പോസിബിലിറ്റി, ഇത് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ രൂപ പോലെ ഈ ബോണ്ട് ഇറ്റ് വാസ് ബീങ് ട്രേഡഡ് ബൈ ബിസിനസ്മാൻ. ആലോചിച്ച് നോക്കി, എന്തോ ഭീകരമായ അവസ്ഥയാണ്. നമ്മൾ ഇവിടെ ഒരു ഗവൺമെൻറ് ഒരു ഡൊണേഷൻ, ഒരു ഡെമോക്രസിയെ എൻട്രി ചെയ്യേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഹാസ് ബിക്കം പാർട്ട് ഓഫ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേനാമി ട്രാൻസാക്ഷൻ്റെ ഫോം ഓഫ് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ്. ഇത് ഈ സ്റ്റോറി വന്നത് ഇന്നലെയാണ്. ഇതൊരു ഓൺലൈൻ മാധ്യമത്തിലല്ല, വയർ എന്ന് പറഞ്ഞ വന്നില്ലാണ്. കേരളത്തിലല്ല, ഏതെങ്കിലും ഒരു പ്രിന്റ് മീഡിയ അതിനെ ഫോളോ അപ്പ് ചെയ്തത്. നമ്മളതിനെക്കുറിച്ച് അറിയാമോ? അപ്പോൾ ഞാൻ പറയുന്നത് ഡിജിറ്റൽ മീഡിയ ഇസ് വെരി ഗുഡ്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ എന്ന് അവകാശപ്പെടുന്നത്, ഇപ്പോൾ പലരും അവരെ മനുസ്ട്രീം മീഡിയ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ജാതി ആധിപത്യം കൊണ്ട് ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് അവകാശപ്പെടുന്നവരുടെ ആ ഷിയർ റീച്ച്, അതുകൊണ്ട് മറ്റവർക്കും റീച്ച് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ അത് ആരാണ് വായിക്കുന്നത് നമുക്കറിയില്ല. ഇത് അതേസമയം ഒരു പത്രത്തിൽ വരികയാണെങ്കിൽ നമുക്ക് യു ക്യാൻ ബി റീസൺലി സർട്ടൻ ദാറ്റ് ദോസ് ഇൻ പവർ ആർ അവെയർ ഓഫ്. നരേന്ദ്രമോദി പേപ്പർ വായിക്കുന്നതിന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ, പ്രൈം മിനിസ്റ്റർ ഓഫീസുള്ളവർ വായിക്കും. ദേ ഗെറ്റ് അഫക്റ്റഡ് ഓൾസോ ബൈ ദേ വെരി വളരെ തൊലിക്ക് കട്ടി കുറഞ്ഞവരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ. അപ്പം ദേ ആർ അവെയർ ഓഫ് ഇറ്റ്. ഈ തൊലിയിൽ കുത്താൻ പറ്റുന്ന ഇപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും പ്രിന്റ് മീഡിയ തന്നെയാണ്. അതും പറഞ്ഞു ടെലിവിഷൻ ഫോർ എക്സാമ്പിൾ. ഡിജിറ്റൽ മീഡിയയ്ക്ക് എന്തുകൊണ്ടോ അതിന് പറ്റുന്നില്ല എന്നുള്ളത്. ദേ ആർ ഡൂയിങ് എക്സലന്റ് ജേർണലിസം. പക്ഷേ അതിൻ്റെ ഇമ്പാക്ട് ഞാൻ പറഞ്ഞ ഉദാഹരണം നമ്മൾ വേറെ ഒരുപാട് സ്റ്റോറികൾ ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഒരുപാട് സ്റ്റോറികൾ അവർ ഓരോ ദിവസവും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, പിന്നെ
ഇവർ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ്, ഇവരെല്ലാം ഒരുപാട് സ്റ്റോറി. പക്ഷേ നമ്മളൊന്നും അറിയുന്നില്ല. നമ്മൾ അറിയുന്നുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞാൽ പോരാ. ഈ ഇതിനെ നമ്മൾ ഈ കുറിക്ക് കൊള്ളുക എന്ന് പറഞ്ഞാൽ കൊള്ളുന്നുണ്ടോ എന്നുള്ള സംശയം ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് പ്രിന്റ് മീഡിയയ്ക്ക് ഉള്ള ആ ഒരു, അതാണ് ഞാൻ ഏറ്റവും വലിയ നമ്മൾ ഇപ്പോൾ പ്രിന്റ് മീഡിയ ചെയ്യുന്ന കാര്യം ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് നമ്മൾ പറയും, ക്രിമിനൽ ഒഫൻസ് പോലെ ഇത് കാര്യം. ആലോചിച്ചു കേരളത്തിൽ ഇപ്പം ഇത്രയും റിസോഴ്സുകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഒരു കൊടുങ്കാറ്റ്, ഒരു ടൈഫോണോ ഒരു കൊടുങ്കാറ്റ് വരികയാണെങ്കിൽ അത് മനോരമയുടെ ചോദിച്ചിട്ടാണ്, മനോരമയുടെ മാപ്പ് നോക്കിയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അത്രയും കഴിവുള്ള മനോരമ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഒരു ചാർട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? മാതൃഭൂമി ഇത്രയും കഴിവുള്ള ഏറ്റവും നല്ല വളരെ നല്ല ടാലൻറ്റ് ഉള്ള മനോരമയും മാതൃഭൂമിയും ഒരുപാട് ടാലൻറ്റ് ജേർണലിസ്റ്റ് ഉള്ളതാണ്. എന്നിട്ട് അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാര്യം ഈ കാര്യങ്ങൾ വളരെ വിഷ്വലായിട്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഇലക്ട്രൽ ബോണ്ടിനെ പോലെ കോംപ്ലിക്കേറ്റഡ് ഉള്ള സ്റ്റോറീസ് എഴുത്തിലൂടെ ഈ ഓൺലൈനിൻ്റെ വേറൊരു പ്രശ്നം അതാണ്, നമുക്ക് വായിക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കുക ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അതേസമയം ഒരു പേപ്പറിൽ ഒരു ഗ്രാഫിക് ചാർട്ട് ഉണ്ടാക്കുക ഇറ്റ്സ് വെരി എഫക്റ്റീവ്. പീപ്പിൾ ക്യാൻ ആലോചിച്ച് നോക്കും. നമ്മൾ അവസാനം കണ്ട ഗ്രാഫിക് എന്താണ് അതിനെക്കുറിച്ച് കാണുന്നില്ല. എന്നാൽ ചന്ദ്രായനെ പോയി ISRO പറയുന്ന കാര്യങ്ങൾ അതുപോലെ വിഴുങ്ങി ഇന്ത്യ കണ്ടുപിടിച്ചാണെന്ന് പറഞ്ഞു എന്ത് ആലോചിച്ച് നോക്കും. മനോരമയുടെ ഫ്രണ്ട് പേജൊക്കെ ഭരത് ചന്ദ്രൻ ISRO എന്ന് പറഞ്ഞു കുറേ ഇങ്ങനെ ഭയങ്കര പഴയ സ്റ്റാർ വാർ സിനിമയിലൊക്കെ പടമൊക്കെ പോലെ. ഇത് എന്ത് പടമാണെന്ന് നമുക്കൊന്നും അറിഞ്ഞൂടെ. എവിടെ നിന്ന് ISRO ചെയ്യുന്നതാണ്, അവർ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, ഏത് കോമിക്കും ഡൗൺലോഡ് ചെയ്യുന്ന നമുക്ക് അറിയില്ല. ചിലപ്പോൾ സത്യമായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്ന ഈ കഴിവൊന്നും ഇങ്ങനെയുള്ള ഈ ഇലക്ട്രൽ ബോണ്ട് പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് കോൺഗ്രസിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ഈ സാഹചര്യത്തിൽ ഒരു സെൽഫ് പ്ലഗ് നടത്തുകയാണ്. ഫ്രണ്ട് ലൈനിൻ്റെ ഏറ്റവും പുതിയ കവർ സ്റ്റോറി ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ടാണ്. 3-4 വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ലേഖനങ്ങളുണ്ട്. പരൺജോയ് ഗുഹ, തക്കൂർത്ത് അടക്കമുള്ള ആളുകളുടെ ലേഖനങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും താല്പര്യമുള്ളൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ജേർണലിസം തുടങ്ങുന്ന കാലത്ത് ഈ തിരിച്ചറിവുകൾ ഇത്രയധികം ഉണ്ടായിരുന്നോ, അതോ ഇത് പിന്നീട് കരിയറിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസിൻ്റെയും ഭാഗമായിട്ട് വന്നു ചേർന്നാണ്? പേഴ്സണലി സ്പീക്കിംഗ് കരിയറിൻ്റെ ഞാൻ ജേർണലിസ്റ്റ് ആവണമെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു മലയാള ഒരു ജേർണി ഒന്ന് പറയാൻ നന്നായിരുന്നു. ആണ് കേരളത്തിൽ ഞാനൊരു മലയാള പത്രത്തിൽ വേണാട് പത്രിക എന്ന് പറഞ്ഞൊരു സായന പത്രത്തിലാണ് ഞാൻ റിപ്പോർട്ടറായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഗോസിപ്പ് പറയുക എന്നുള്ള എനിക്ക് വളരെ വീക്ക്നെസ്സാണ്. കേൾക്കുകയും പറയുക എന്നുള്ള, അപ്പോൾ കഥ പറയാനുള്ള കഴിവില്ല, പക്ഷേ കഥ കേൾക്കാനും പറയണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പത്രപ്രവർത്തകനായത്. പക്ഷേ പിന്നെ താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെ അന്ന് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പറയാൻ ഇനി കേസെടുക്കുമെന്നറിയാം. ഞങ്ങൾ വളരെ ചെറിയൊരു പത്രമായിരുന്നു. ഇപ്പോഴും ഉണ്ട് പത്രം, 32 വേണാട് പത്രിക. അപ്പോൾ ഞങ്ങൾ ഈ പരസ്യം അവിടെ പുത്രികണ്ഠം മൈതാനി എന്ന് പറയുന്നത് ഇപ്പോൾ അതൊന്നും കൊടുക്കുക. അവർ കൊണ്ട് ഈ നോർത്ത് ഇന്ത്യൻ നാളിലെ എക്സിബിഷൻ, തുണി എക്സിബിഷൻ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ പോയി പരസ്യം ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ചാടിച്ചു വിടും. മനോരമയ്ക്കും മാതൃഭൂമിക്കും അവർ പൈസ കൊടുക്കും. നമ്മൾ കച്ചട ചെറിയ പത്രം ഓടിച്ചു വിടും. അപ്പം പിറ്റേ ദിവസം ഞങ്ങൾ ഫ്രണ്ട് പേജിൽ വാർത്ത, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വെള്ളത്തിലിട്ട ചുരുങ്ങുന്ന ഉടുപ്പുകൾ വിൽക്കാൻ വേണ്ടി, എന്നിട്ട് ഇവരുടെ ഫ്രണ്ട് പുത്രികണ്ഠം അതിനകത്ത് നിന്ന് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ പിറ്റേ ദിവസം പരസ്യം തരും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജേർണലിസം. എനിക്കതുപോലെ അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം, അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഈ പ്രസ് റൂമിൽ, സെക്രട്ടറിയിൽ പ്രസ് റൂമിൽ ഞങ്ങൾ ഈ സായന പത്രക്കാരെ കയറ്റൂല. അപ്പോൾ ഇന്ന് ഓൺലൈൻ മീഡിയയ്ക്ക് നേരിടുന്ന ഒരു വിവേചനം, ഇന്ന് ഓൺലൈൻ മീഡിയ പ്രസ് ക്ലബ്ബിൽ അങ്ങനത്തെ കൊടുക്കൂല, അക്രഡിറ്റേഷൻ കൊടുക്കൂല. ഞങ്ങൾക്ക് സായന പത്രക്കാരെ അന്ന് അങ്ങനെ ആയിരുന്നു കരുതി, മോനൊക്കെ പിന്നെ സെൻസേഷണലിസ്റ്റ് ഇതൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പറ്റുന്ന, പക്ഷേ സമയം നമുക്ക് അനുകൂലം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചോദ്യോത്തര നിയമസഭയിൽ ചോദ്യോത്തര രാവിലെ 8 മണിക്ക് തുടങ്ങും. അത് കഴിഞ്ഞ് ഈ ചോദ്യോത്തര വേളയിൽ പല സീനിയർ ജേർണലിസ്റ്റും വരാറില്ല. അവർ 8 മണിക്ക് എണീറ്റ് വരിക എന്ന് പറഞ്ഞ് പലപ്പോഴും ചോദ്യോത്തര വേല കഴിഞ്ഞ് ഈ കാപ്പുടിക്കാനായിട്ട് മന്ത്രിമാരും പ്രതിപക്ഷം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഹാളിൽ വരുമ്പം പല ഗോസിപ്പും അവിടെ സംഭവിക്കുന്ന പല കാര്യങ്ങളും വാർത്തകളും ഇവർക്ക് കിട്ടാറില്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ടൈം, ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്ക് പത്രം ഇറക്കും. മനോരമയ്ക്കും മനോരമയ്ക്കും പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് 7 മണിക്ക് പത്രം. ഞങ്ങൾക്ക് ഇത്ര വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഞങ്ങളിതിനെക്കുറിച്ച് പൊടിപ്പന്തെങ്കിലും വെച്ച സ്റ്റോറി എഴുതി അത് വരും. ഞാൻ സത്യം പറയാണ്, പേര് പറയാമെങ്കിലും കേരളം ഏറ്റവും ബഹുമാനിക്കുന്ന പല പത്രക്കാരും പത്രാധിപന്മാരും ഞങ്ങളുടെ ഇതൊക്കെ നോക്കി കോപ്പി അടിച്ച് പിറ്റേ ദിവസം ബൈലിയൻ സ്റ്റോറി എഴുതാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയൊരു ത്രില്ലാണ്, മനസ്സിലല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ജേർണലിസ്റ്റ് ചെയ്ത് അങ്ങനെ പിന്നെ ഇറ്റ്സ് എ പ്രോസസ്സ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചേഞ്ച് വന്ന് ഈ 2016 JNU സ്റ്റുഡൻസിനെ കയറി തല്ലുമാണ്. അങ്ങനെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട്. അപ്പോൾ പത്രം എന്ന രീതിയിൽ നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഇവല്യൂഷനാണ്, ഇതൊരു അല്ലാതെ നമ്മൾ ആരും എനിക്ക് തോന്നുന്നില്ല ആരും ഇപ്പോൾ പിന്നെ ചിലർ ഇങ്ങനെ ക്രൂസൈഡിങ് ജേർണലിസ്റ്റ് ജനിക്കുന്നത്, ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാനൊരു സാധാരണ അത് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം 2019 വരെ കേരളത്തിൽ ഞാനൊരാൾ ജീവിച്ച് കൽക്കട്ടയിൽ ഉണ്ടെന്ന് പോലും ആർക്കറിയാം. എത്രയോ പേര് കൽക്കട്ടയിൽ വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ KR മീര 2011 കൽക്കട്ടയിൽ ആരാച്ചർ എഴുതാൻ വന്നത്. അപ്പോൾ ഇന്നാൾ എന്നെ കണ്ടപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഞാനവിടെ ഉണ്ട്, പക്ഷെ ആർക്കും അറിയില്ല അങ്ങനെ ഞാനൊരു കാര്യം. ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കി സാധാരണ, പക്ഷെ നമ്മളറിയാതെ സംഭവിച്ചു പോകുന്നതാണ് ഇതൊക്കെ. അത് ഇപ്പോൾ ഈ ജേർണിയിലെ ഇൻസ്പിറേഷൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റുകളോ ഐഡിയോളജിയോ ആളുകളോ? ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് CP കുരുവിള എന്ന് പറഞ്ഞ കോട്ടയത്ത്, അദ്ദേഹം തന്നെ ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിൽ എന്നെ ബിസിനസ് ജേർണലിസം പഠിപ്പിച്ച അദ്ദേഹമാണ്. അവരുണ്ട്. പിന്നെ ഒരുപാട് പേര് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് പറഞ്ഞാൽ നമ്മൾ ഈ എന്തോ ഫോൾസ് ഹ്യൂമിലിറ്റി പറയുന്നതല്ല. ഞാൻ വളരെ വേദന സത്യം പറയണം, അല്ലെ ഞാൻ വെറുതെ ഇത് പറയല്ല. ഈ മറ്റുള്ളവരെ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഈ ടെലിഗ്രാഫിനെ പറ്റി ശ്രദ്ധിക്കപ്പെട്ടത്. ഈ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയില്ല. അത് കാര്യം ഞാൻ ഉദാഹരണം പറയാം. ജെസിക്ക ലാൽ മർഡർ കേസ്, അത് കഴിഞ്ഞിട്ട് ഓർമ്മയില്ല കേസ്, എല്ലാവരും വെറുതെ വിട്ടു. അപ്പം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു അതിമനോഹരവും മനോഹരം നമ്മളെ ട്രാജിക് ഇൻസിഡൻ്റ് ആണ്. വളരെ പവർഫുള്ളായിട്ട് നോ വൺ കിൽഡ് ജെസിക്ക എന്ന് പറഞ്ഞു എന്ന് ഹെഡ്ലൈൻ കൊടുത്ത പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഹെഡ്ലൈൻ എഴുതാൻ ഇപ്പം ടെലിഗ്രാഫോ രാജോലോ പഠിപ്പിക്കേണ്ട അവർക്കറിയാം എന്ത് ചെയ്യണം. പക്ഷേ മനഃപൂർവ്വം ചെയ്യാത്ത അവർ. അപ്പോൾ അത് മനോരമയുടെ ഹെഡ്ലൈന് ഞാൻ 89-ലും 90-ലും വായിച്ച പല ഹെഡ്ലൈൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ലീഗും ഇന്ന് നടക്കും പോലെ അന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റുകാരും ലീഗും തമ്മിൽ ചെറിയ പെട്ടെന്ന് ലീഗിനെ ഇങ്ങനെ പ്രകീർത്തിച്ച് അന്ന് സർക്കാർ പറയുക, പിറ്റേ ദിവസം ഒരു ലീഗ് നേതാവ് പറയുക. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഒരുപാട് സ്പെക്കുലേഷനിലാണ് എന്തോ സംഭവിക്കാൻ പോകുന്നുള്ളത്. അതായത് UDF വിട്ടിട്ട് ഇവരിങ്ങോട്ട് വരാൻ. അന്ന് മനോരമയിൽ ഞാനെപ്പോഴും എന്നെ ഒരു 2020 കണ്ടാണ് എന്നെ ഒരു കോളേജിൽ ഒരു ലെക്ചറിന് വേണ്ടി വിളിച്ചു ഹെഡ്ലൈൻസിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ആദ്യം ഓർമ്മിച്ച ഈ ഹെഡ്ലൈൻ, എന്നിട്ട് മാമൻ അദ്ദേഹത്തിന് പരിചയമൊന്നുമില്ല. ഞാൻ എഴുത്തെഴുതി ഇങ്ങനെ എന്നെ ഒരു ലെക്ചർ വിളിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഹെഡ്ലൈൻ എൻ്റെ മനസ്സിൽ, അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഒന്ന് അത് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്താലേ പറയാം. അപ്പോൾ അദ്ദേഹം ഇനി ഞാൻ മറുപടി പോലും വായിക്കാൻ തോന്നില്ല. അദ്ദേഹം ഉടനെ അത് ലൈബ്രറിയിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതും. അത് ഹെഡ്ലൈൻ അത് ഞാൻ പറഞ്ഞ പശ്ചാത്തലം മനസ്സിലായല്ലോ. ലീഗ് ഒരു ഇങ്ങനെ നമ്മൾ ഈ കണ്ണടച്ച് കാണിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു പോസിറ്റീവായിട്ട് എന്നും സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. അപ്പോൾ മനോരമയുടെ ഹെഡ്ലൈന് പന്തലൊരുങ്ങുന്നത് നിക്കാഹിന് തന്നെ. എന്താണോ കാര്യം? അപ്പം ഞാൻ ആ ഹെഡ്ലൈൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്, ആ ഹെഡ്ലൈനകത്ത് നമ്മൾ കാണുന്ന പ്രോപ്പർ നൗൺസ് ഒന്നുമില്ല. ലീഗ് എന്ന വാക്കില്ല, ലെഫ്റ്റ് എന്ന വാക്കില്ല, കേരളം എന്ന വാക്കില്ല, എവിടെ നിന്ന് അലയൻസ് എന്ന വാക്കില്ല, UDF എന്ന് LDF എന്ന്. പക്ഷേ പറയേണ്ടതെല്ലാം പറഞ്ഞു. പക്ഷെ അത് സംഭവത്തില്ല. വാർത്ത തെറ്റായിരുന്നു. ഒടുവിൽ അത് വാർത്ത തെറ്റിയതല്ല, പിന്നീട് ലീഗും അവരും ചേർന്നില്ല. പക്ഷെ അത് അതിമനോഹരമായി. അപ്പം ഞാൻ പറയും ഇത്രയും കഴിവുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കഴിവുകൾ അവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഭരത്ചന്ദ്രൻ ISRO എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്തെങ്കിലും ചെയ്തതെങ്കിൽ അതേ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ അത് പറയുന്നില്ല എന്ന്. അതുകൊണ്ട് മാത്രം. അപ്പം അതുകൊണ്ട് എൻ്റെ കടപ്പാടെന്ന് ഞാൻ പറയുന്നത് മറ്റു പത്രങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഫോൾസ് ഹ്യൂമിലിറ്റി കൊണ്ട് സത്യം പറയുകയാണ്. ഇതിൽ എനിക്ക് കൗതുകമുള്ളൊരു കാര്യം, ഐ വാസ് ഓൾവേസ് ക്യൂരിയസ് ടു ആസ്ക് യു അബൌട്ട് ദിസ്. ഈ ടെലഗ്രാഫിൻ്റെ ഈ ഇൻ യുവർ ഫേസ് ഹെഡ്ലൈനിങ് സ്റ്റൈൽ, how did that actually happen? Because of this realization or is it? അല്ല, അതും ഞാനല്ല റെസ്പോൺസിബിൾ. അത് അവിക് സർക്കാർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ മുതലാളിയായിരുന്നു. എൻ്റെയും മുതലാളിയായിരുന്നു. ബിസിനസ് വേൾഡിൽ മുതലാളിയായിരുന്നു. പിന്നെ എൻ്റെ എഡിറ്ററുമായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഏകദേശം ടെലിഗ്രാഫ് പത്രം, ഇൻഫാക്ട് MJ അക്ബർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ടെലിഗ്രാഫിൻ്റെ ഫൗണ്ടിങ് എഡിറ്റർ. ഞാൻ അതിനോട് ജോലി ചെയ്തിട്ടില്ല. അന്ന് തൊട്ടേ ടെലിഗ്രാഫ് ലോഞ്ച് ചെയ്യുന്ന 1982 അതൊരു വല്ലാത്ത വർഷമാണ്. ഇനി നമുക്ക് നമ്മുടെ ടെലിവിഷൻ, കളർ ടെലിവിഷൻ ഏഷ്യാഡ് കഴിഞ്ഞ് വന്ന സമയം. പിന്നെ പൊതുവേ ഒരു അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ വധം നടക്കുന്നതിന് രാജീവ് ഗാന്ധി വരുന്നു. അപ്പം ഇന്ത്യ മോഡേണൈസ് ചെയ്യാൻ പോകുന്നുള്ള അന്ന് ഒരു ഫോൾസ് ഡോൺ ആയിരുന്നു. പിന്നെ നമുക്ക് തോന്നും എന്നാലും രാജ്യത്ത് എന്തൊക്കെ മാറ്റം വരുത്താൻ പോകുന്ന ഒരു ചിന്ത, കുറച്ച് ചെറിയൊരു ശുഭാപ്തി വിശ്വാസം ഇതൊക്കെയുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രധാന ചലഞ്ച്, വെസ്റ്റേൺ മീഡിയയുടെ പ്രധാന ചലഞ്ച് ആ സമയത്ത് ടെലിവിഷനായിരുന്നു. അതായത് നമ്മൾ ടെലിവിഷനിൽ കണ്ട വാർത്ത വീണ്ടും 24 മണിക്കൂർ ശേഷം അതേ സ്റ്റൈൽ ന്യൂസ് വീണ്ടും അതുപോലെ കൊടുത്തിട്ട് എന്തൊക്കെ ആയിരുന്നു. വെസ്റ്റേൺ മീഡിയയിലാണ് ആദ്യമായിട്ട് വലിയ ചിത്രങ്ങൾ, വളരെ വലിയ ചിത്രങ്ങൾ, അതായത് വിഷ്വൽ ടെലിവിഷൻ
ടെലിവിഷനിൽ പോലെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് വളരെ വലിയ ചിത്രങ്ങളും ചെറിയ സ്റ്റോറികളും ഈ ഓബ്വിയസ് അല്ലാത്ത ഹെഡ്ലൈൻ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ചിലർ പറയും ഒരു നല്ല വാർത്തയുടെ ലക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നതെന്ന്, പക്ഷേ ഇതിങ്ങനെ പറയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഒരു നല്ല ഹെഡ്ലൈൻ്റെ ലക്ഷണം അതാണ്. അതായത് നമുക്ക് കണ്ടപ്പോൾ മനുഷ്യൻ ഇങ്ങനെയും ഇത് പറയാമല്ലോ എന്നുള്ള ഒരു ഇത്. അപ്പോൾ അങ്ങനെ തോന്നുന്ന രീതിയിൽ വെസ്റ്റേൺ മീഡിയ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഈ അവിക് സർക്കാർ അവിടെ ഹാരൾഡ് ഈവൻസ് എന്ന് പറഞ്ഞാൽ അത് ബൈബിൾ ഓഫ് ജേർണലിസം എന്ന് അതൊക്കെ എഴുതിയ ഹാരൾഡ് ഈവൻസിൻ്റെ കീഴിൽ ട്രെയിൻ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് അന്ന് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അന്ന്. പിന്നീട് അപ്പം ടെലിഗ്രാഫ് ചോദിക്കുമ്പോൾ ടെലിഗ്രാഫ് എപ്പോഴും ഇങ്ങനത്തെ ഞാൻ നേരത്തെ കുരുവിള എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു ഹെഡ്ലൈൻ ബോറടിക്കുമെന്ന് വിചാരിക്കും. ഒരു ബംഗാളിൽ കോൺഗ്രസ് അന്ന് ഈ കോൺഗ്രസ് ഏത് ഇലക്ഷൻ ബംഗാളിൽ നിന്നാലും തോക്കും ആ സമയത്ത് 80കളിൽ. കാരണം ലെഫ്റ്റ് ആദ്യം ഭയങ്കര പവർഫുൾ കംപ്ലീറ്റ് ഗ്രിപ്പല്ലേ. ഒരു ബൈ ഇലക്ഷനിൽ വീണ്ടും കോൺഗ്രസ് വളരെ ദയനീയമായി പരാജയപ്പെട്ട് അവർ പക്ഷേ ആ സമയത്ത് ദയനീയമായിട്ട് ആ സമയത്ത് കോൺഗ്രസ് സാറിന് 3-4 ഒക്കെ ആയി വരുന്ന കോൺഗ്രസ് 2ാം സ്ഥാനത്ത് വന്നു. 2ാം സ്ഥാനത്ത് വന്ന ഉടനെ അവർ ഒരു പുറത്താക്കപ്പെട്ടൊരു വിമതനെ വീണ്ടും തിരിച്ചു കൊണ്ടത്. അപ്പോൾ അത് വലിയ പ്രശ്നമായി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ നീക്കങ്ങളൊക്കെയാണ് ഒടുക്കം മമതാ ബാനർജിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താ പോകാനുള്ള അതൊക്കെ തുടക്കമായിരുന്നു. അങ്ങനെ അത് വീണ്ടും അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അപ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഹെഡ്ലൈൻ ഈ ഡബിൾ കോളം എന്ന് പറയുന്ന സ്ഥലമാണ്. ഏറ്റവും കുറച്ച് സ്ഥലം കിട്ടുന്ന അത്. സിംഗിൾ കോളത്തിനും കൂടുതൽ ലൈൻ, പക്ഷേ ഡബിൾ കോളം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വീതി കുറവും അതേസമയം 2 വരിയെ കിട്ടും. അപ്പം ഞാനെന്നൊരു വളരെ ഡെസ്കിൽ ഏറ്റവും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളു. അപ്പോൾ ഞാൻ ഈ ഹെഡ്ലൈൻ എന്ത് ഹെഡ്ലൈൻ നോക്കിയിട്ട് ഫിറ്റ് ആകുന്നില്ല. അപ്പോൾ നമുക്കിത് അന്ന് പോയിന്റ്സേഴ്സ് ഒന്ന് മാറ്റോ, പോയിന്റ്സേഴ്സ് ഇപ്പം കമ്പ്യൂട്ടറിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ചെറുതായിട്ട് മാറ്റിയ പോയിന്റ്സേഴ്സ് മാറ്റി ഏത് ഹെഡ്ലൈൻ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അന്ന് അങ്ങനെ പോലെ നമ്മൾ പോയിന്റ്സേഴ്സ് മാറിപ്പോവാണെങ്കിൽ താഴെ പ്രസ് ചെല്ലുമ്പോൾ അവന്മാർ തിരിച്ച് നമ്മളെ വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ലാത്ത തെറി, അതായത് 7 ജനറേഷൻ മുമ്പ് 7 ജനറേഷൻ പിന്നെയും തെറി വിളിക്കും. കാര്യം ഈ മോൾട്ടൺ മെറ്റലിൽ ഉണ്ടാക്കിയിട്ട് വീണ്ടും മുഴുവനായി ചെയ്യേണ്ടി ഫിറ്റായില്ലെങ്കിൽ അപ്പോൾ ചീത്ത വിളിക്കും. അപ്പോൾ ഈ പേടിയാണ് നമ്മളിങ്ങനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടും ഓർമ്മിക്കണം. അപ്പോൾ കോൺഗ്രസ് 2ാമത് വന്ന ശേഷം അത് നല്ല ലക്ഷണമാണ്. എപ്പോഴും അവസാനം വരുന്ന പാർട്ടി 2ാമത്, പക്ഷേ ഉടനെ അത് ഒരു വിഡ്ഢിത്തം കാണിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ CP കുരുവിള എൻ്റെ പേര് നടന്നു. അപ്പോൾ അങ്ങനെ കണ്ട് ഞാനിരുന്ന് ഇങ്ങനെ ബുദ്ധിമുട്ട് വിറക്കുന്നുണ്ട്, എന്തോ ചോദിച്ചു. പറഞ്ഞു വിതിൻ സെക്കൻഡ്സ് അതേ ഒരു പേപ്പർ എടുത്ത് റണ്ണറപ്പ് കോൺഗ്രസ് ഇൻ പൊളിറ്റിക്കൽ ഹരക്കനി, റണ്ണർ കോങ്കിൻ അത് മുകളിലത്തെ പൊളിറ്റിക്കൽ ഹരാക്കരി, അത് പെർഫെക്റ്റ് ഫിറ്റുമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇൻസ്പിറേഷൻ ചോദിക്കുന്നെങ്കിൽ അപ്പം ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളൊരു ചലഞ്ചായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ നർമ്മബോധം ജേർണലിസ്റ്റുകൾക്ക് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇതുമായി ബന്ധപ്പെട്ട കുറച്ചൊരു പൊതുവേദിയിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. ഒരു ഹെഡ്ലൈൻ ഓർമ്മ വരുന്നത്, പറഞ്ഞു കേട്ടിട്ടുള്ളത്, കണ്ടിട്ടില്ല. പണ്ടൊരിക്കൽ ചന്ദ്രിക പത്രം ഒരു സബ് എഡിറ്റർക്ക് ഒരു മെമ്മോ കിട്ടിയ ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരുന്നു. ലീഗ് സമ്മേളനത്തിൻ്റെ ആരംഭം നടക്കുകയാണ്. അപ്പോൾ സബ് എഡിറ്ററോട് പറഞ്ഞിട്ടുണ്ട് സൈഡ് സ്റ്റോറിയൊക്കെ നന്നായി കൊഴുപ്പിച്ച് കൊടുക്കണമെന്ന്, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരുപാട് ബീഫൊക്കെ ഉള്ളതുകൊണ്ട് പോത്തുകൾ വരുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ജൂനിയർ റിപ്പോർട്ടർ ഒരു വാർത്ത എഴുതി കൊടുത്തു. ആ പിറ്റേഴ്സ് ഹെഡ്ലൈൻ വന്നത് ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, അത് എത്രമാത്രം വാസ്തവമാണെന്ന് അറിയില്ല. ലീഗ് സമ്മേളനത്തിന് ഗംഭീര തുടക്കം, പോത്തുകൾ എത്തി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ലീഗ് തുടക്കം പാവട്ടം വായിച്ചിട്ടുണ്ടല്ലേ? അതെ. സബ് എഡിറ്റർക്ക് ഒരു മെമ്മോ കിട്ടി എന്നുള്ളതാണ്. അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു മർമ്മബോധം പൊതുവിൽ കുറവായി വരുന്നുണ്ട് ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? അല്ല, അത് ഉണ്ട് ഇല്ല, അത് മീമിലേക്ക് വഴിമാറുകയാണോ എന്നുള്ളതാണ്. അത് മാത്രമല്ല, പിന്നെ ഒരു പൊളിറ്റിക്കൽ കറക്ഷൻ എന്നുള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ ഫലിതങ്ങളെ പലപ്പോഴും അതും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള നമുക്ക് പലപ്പോഴും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള നമ്മുടെ പല ഇതുപോലെ ഇതൊരു ഉദാഹരണം. എൻ്റെ അടുത്തൊരു ലോ അക്കാഡമിയിലെ പ്രൊഫസർ പറഞ്ഞാണ്, ഇപ്പോൾ അങ്ങനെ ഹെഡ്ലൈൻ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാര്യം പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് സത്യമാണെന്ന് എനിക്കറിയില്ല. ലോ കോളേജിലെ പ്രൊഫസർ പറഞ്ഞാണ്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അദ്ദേഹത്തെ നാട് കടത്തിയത് ഒരു രാജഗോപാലാണ്. എൻ്റെ പേരുള്ള ദിവാൻ്റെ പേര് ആചാര്യല്ല, പലരും തെറ്റ്, വേറൊരു രാജഗോപാൽ തിരുവനന്തപുരത്ത് ദിവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഈ നരേന്ദ്രമോദി ചില പത്രങ്ങൾ കളിയാക്കുന്ന പോലെ ഈ സ്വദേശാഭിമാനിയുടെ വേട് എന്ന് രാവിലെ ഈ രാജഗോപാലിനെ അങ്ങ് തൊലി ഉരിക്കുക എന്നുള്ള പരിപാടിയാണ്.
അപ്പോൾ ഒരു ദിവസം ഈ രാജഗോപാൽ എന്ന് പറഞ്ഞാൽ ജാരഗോപാൽ എന്നായി ഹെഡ്ലൈൻ. അപ്പോൾ ഭയങ്കര പ്രശ്നം, കൊട്ടാരത്തിൽ നിന്ന് വിളിപ്പിച്ചു. അപ്പം ഈ ജാരഗോപാൽ എന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിന് ഇങ്ങനെ ചില ഈ വിഷയത്തിലൊക്കെ ചില താല്പര്യമുണ്ടെന്നൊക്കെ അന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഒരു റൂമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തോ പറഞ്ഞു. അപ്പം സ്വദേശാമാനി പറഞ്ഞു, അയ്യോ അച്ചടി ഇത് പറ്റിയതാണ്, തെറ്റ് പറ്റിയപ്പോൾ ക്ഷമിക്കണം, നാളെ തന്നെ കറക്ഷൻ തീർച്ചയായിട്ടും. അപ്പോൾ പറഞ്ഞു ഇന്നലെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഇന്നലെ ഇങ്ങനെ ഒരു ഹെഡ്ലൈൻ വന്നു, അത് അച്ചിപ്പശ കൊണ്ട് പറ്റിയാണ്, ഡാ മാറിപ്പോയി, വീണ്ടും ഒരു അച്ചടുത്ത്. ഇത് സത്യമാണ്, പക്ഷെ ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് സെക്സിസ്റ്റ് ഹെഡ്ലൈനാണ് അല്ലേ? അപ്പോൾ ഇത് സത്യമാണെന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ ഇത് ഇങ്ങനെ അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് അദ്ദേഹം ഇപ്പം ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയാണ്. ഒരു ഇടത് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഹെൽമെറ്റ് പ്രശ്നം ഓർമ്മയുണ്ടോ? അത് പ്രശ്നമുണ്ടായി. അപ്പം മനോരമയുടെ വളരെ മനോഹരമായ ഹെഡ്ലൈൻ ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് പ്രശ്നം പോലീസ് തലയൂരി. അപ്പം ഇപ്പോഴും കഴിവുള്ളവരൊക്കെ ഞാൻ പറയുന്നത് കഴിവിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ചില പ്രത്യേക വ്യക്തികളെ മാത്രം ലാക്കാക്കിയും എന്നാൽ മറ്റു വ്യക്തികൾ വരുമ്പോൾ കുറച്ച് മുത്തസമൂഹം, അപ്പോഴാണ് പ്രശ്നം വരുന്നത്. പണ്ട് ഹിന്ദി പത്രങ്ങളിൽ കണ്ട ഹെഡ്ലൈൻ ഓർമ്മയുണ്ട്, ചിദംബരത്തിൻ്റെ ബജറ്റ് സമയത്ത് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നപ്പോൾ ചിദംബരം ക ഭണ്ഡാർ നഗരം നട്ടണ്ട ഓർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ടു റാപ്പ് അപ്പ്, വലിയ സന്തോഷം. ഇറ്റ് വാസ് എ പ്ലഷർ ടു ഷെയർ ദിസ് ഡൈസ് വിത്ത് യു സർ. ഇവിടെ തൃശ്ശൂർ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ പ്രവീൺ കാണിച്ച ഒരു സന്നദ്ധതയും നമുക്കിത് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഐവറി ആർട്ട് കഫേ പോകട്ടെ എന്നും തൃശ്ശൂരിലെ ഒരു ഒപ്പീനിയൻ മേക്കിങ്ങിൻ്റെ ഒരു വലിയ ഇടമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങളെല്ലാവരും തിരിച്ചുപോയി വളരെ സീരിയസ് ആയ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട ധാർമ്മികവും എന്താ പറയുക മോണിറ്ററിയുമായിട്ടുള്ള പിന്തുണകൾ കൊടുക്കുകയും ചെയ്യണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സന്തോഷം. നന്ദി. താങ്ക് യു.